ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സകലതും സാധ്യം. നീ എന്താണോ പറയുന്നത് അത് ദൈവം ചെയ്യും അല്ലേ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നീ കാല് ചവിട്ടുന്ന ദേശത്തെ നിനക്ക് എഴുതി തരും. നീ ഒരു പ്രോപ്പർട്ടി കാല് ചവിട്ടിയിട്ട് ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ദൈവം അത് തരുമെന്ന്. അല്ല ദൈവമേ ദൈവമേ, ഇതിനകത്ത് ദൈവത്തിന്റെ ഗൈഡൻസ് ഉണ്ടോ? എന്തോ ഗൈഡൻസ്. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവം നിനക്കത് എഴുതിയങ്ങ് തരും. ഏതെങ്കിലും വീടോ പ്രോപ്പർട്ടിയോ വിൽക്കാൻ കിടപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ കാല് ചവിട്ടിയിട്ട് പറ, ഇത് എന്റേതാണ്. ഏറ്റെടുക്കുന്നവൻ ഏറ്റെടുത്തോ, ഏറ്റെടുക്കുന്നവൻ ഏറ്റെടുത്തോ. നിനക്ക് തരാതെ പിന്നെ ദൈവം വേറെ ആർക്ക് കൊടുക്കാനാ? ദൈവം നിനക്ക് തരാതെ വേറെ ആർക്ക് കൊടുക്കാനാ? നിനക്കേ തരും. പറഞ്ഞേ, ഞാൻ കാൽ ചവിട്ടുന്ന ദേശം എനിക്ക് അവകാശം. ഞാൻ കാൽ ചവിട്ടുന്ന ദേശം എനിക്ക് സ്വന്തം. അടുത്ത മോശ ചെങ്കടന്റെ ഫ്രണ്ടിൽ പോയിരുന്ന് തുറക്കട്ടെ 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 എന്ന് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, നീ 4th ഡയമെൻഷനിലാണ് നിൽക്കുന്നത്, നീ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്യും. ചെങ്കടന്റെ നേരെ കൈ നീട്ടാൻ പറഞ്ഞു. ഹല്ലേലൂയ. എപ്പോഴാണോ ചെങ്കടന്റെ നേരെ കൈ നീട്ടിയത്, ചെങ്കടൽ 2ആയി മുറിഞ്ഞു മാറി. ഹല്ലേലൂയ. മോശ ആഗ്രഹിച്ചത് ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ. ദൈവത്തിന്റെ കരം വെളിപ്പെടണേ. ദൈവം പറഞ്ഞു, നോ, നിന്റെ കരം വെളിപ്പെടാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കയ്യാ ദൈവത്തിന്റെ കൈ. ഈ മീനി മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൈയാണ് ദൈവത്തിന്റെ കൈ, നിന്റെ കാലാണ് ദൈവത്തിന്റെ കാല്, നിന്റെ നാവാണ് ദൈവത്തിന്റെ നാവ്. അഭിഷേകത്തോടെ 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 പോരാ. നിന്റെ കൈ ദൈവത്തിന്റെ കൈയായി മാറാൻ പോവാ. നിന്റെ കാല് ദൈവത്തിന്റെ കാലായി മാറാൻ പോവാ. നിന്റെ നാവ് ദൈവത്തിന്റെ നാവായി മാറാൻ പോവാ. സ്തോത്രം 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 പറഞ്ഞേ. ഇത് ദൈവത്തിന്റെ കൈയാണെന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ കൈ എന്ന് പറ. നിന്റെ കൈ തൊടുമ്പോൾ അത്ഭുതം നടക്കാത്ത ദൈവത്തിന്റെ കൈ വീണാൽ ക്യാൻസർ മാറും. ഞാന് ചെന്നൈയിലെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മാർട്ടീന എന്ന പേരുള്ള ഒരു പേര് വെളിപ്പെട്ടു. മാർട്ടീന എന്നൊരു പേര്. ഞാൻ പറഞ്ഞു, മാർട്ടീന ആരാന്ന് ചോദിച്ചു. ഒരു സഹോദരി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, നിന്റെ കിഡ്നിയിൽ ഹിരണ്യയുടെ അസുഖം സൗഖ്യമാകാൻ പോകുന്നു. എനിക്ക് വെളിപ്പെട്ടത് അതാ, ഹിരണ്യയുടെ അസുഖം മാറാൻ പോകും. പറഞ്ഞു, സർജറിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഹിരണ്യയുടെ അസുഖമുണ്ട്. ദൈവം പറയുന്നു, നീ സൗഖ്യമായി. ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നറിയാമോ? ഈ സഹോദരി എനിക്ക് 4 സെക്ഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. 3. ഇത് ആദ്യത്തെ ദിവസം നടന്നിരുന്നു. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. ഇവർക്ക് വേറെ 2 അസുഖം കൂടെ ഉണ്ട്. കിരണിയുടെ അസുഖമുണ്ട്, കിഡ്നി സ്റ്റോൺ ഉണ്ട്, ഓവറിയിൽ ട്യൂമർ ഉണ്ട്. ഞാൻ പറഞ്ഞത് കിരണിയുടെ അസുഖം മാത്രമാണ് പറഞ്ഞത്. ഇവർ പോയി ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്തപ്പോ എല്ലാ അസുഖവും മാറിയിരിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം, സ്തുതിക്കണം, സ്തുതിക്കണം. യെസ്, ഇന്ന് അങ്ങനെ ഒരു അത്ഭുതം, അങ്ങനെ ഒരു അത്ഭുതം നിന്റെ ഒരു വിഷയത്തിനകത്ത് മാത്രമല്ല, നിന്റെ എല്ലാ വിഷയത്തിന്റെ മേലും ഇന്ന് രാത്രി ദൈവം ഇടപെടാൻ പോവാം.
പോരാ 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 പോരാ. ഒരു വിഷയത്തിലല്ല, നീ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്റെ പേരും ദൈവത്തിന്റെ ഇടപെടൽ. എല്ലാരും പറഞ്ഞേ, അടുത്തിരിക്കുന്നവരെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞേ, നിന്റെ ഒരു വിഷയത്തെ മാത്രമല്ല ദൈവം തൊടാൻ പോകുന്നത്, നിന്റെ സകല വിഷയത്തെ ദൈവം തൊടാൻ പോവാ. ഹല്ലേലൂയ. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, 3 വിഷയത്തെ തൊട്ടു. സ്കാൻ ചെയ്തപ്പോ കിരണിയുടെ അസുഖം ഇല്ല, ഓവറിയിലെ ട്യൂമർ ഇല്ല, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു, അതില്ല. ദൈവം നിന്നെ ഒരു വട്ടം തൊട്ടാൽ നിന്റെ ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ നിന്റെ മേൽ സൗഖ്യം നടക്കും, ഡെലിവറൻസ് നടക്കും. വിശ്വസിക്കുന്നവർ പ്രാപിച്ചോ, നിന്റെ സകല വിഷയത്തിന്റെ മേൽ ഈ രാത്രി വിടുതൽ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത ഏലിയാവ്. ദൈവം പറഞ്ഞിട്ടല്ല, പുള്ളി അങ്ങ് പറയായിരുന്നു, ഇനി 6 മാസവും 3 ആണ്ടും 6 മാസവും മഴയോ മഞ്ഞോ പെയ്യത്തില്ലെന്ന് പുള്ളി അങ്ങ് പറയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എന്നല്ല പറഞ്ഞേ. ആ വേടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇനി 3 ആണ്ടും 6 മാസവും മഴ പെയ്യില്ല, അങ്ങനെയല്ല പറഞ്ഞേ. ഞാൻ പറയുന്നു, വേടതാ, ഞാൻ പറയുന്നു. ആഹാബേ, ഇസബേലേ, ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. സ്തോത്രം, 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 സ്തോത്രം. പറ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ആമേൻ. കണ്ടോ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി അടുത്ത 3 വർഷവും 6 മാസവും ഇവിടെ മഴയോ മഞ്ഞോ പെയ്യത്തില്ല. 4th ഡയമെൻഷൻ. അതിന് അത്രയും ദൈവമായിട്ടൊരു ബന്ധം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും പറഞ്ഞ പേടിക്കാതെ ചെയ്യണം, ഭയപ്പെടാതെ ചെയ്യണം. കൊടുക്കാൻ പറഞ്ഞ കൊടുക്കണം. പറഞ്ഞു, ഞാൻ പറയുന്നത് ദൈവം. കാര്യസാധ്യത്തിന് വേണ്ടി സഭയിൽ വരരുത്. തലവേദന മാറാനും, വീട് കിട്ടാനും, പിള്ളേരെ കെട്ടിച്ചു വിടാനും, ഭർത്താവിന്റെ പിന്മാറ്റം മാറാനും, കുടി മാറാനും അതിനൊന്നും സഭയിൽ വരേണ്ട ആവശ്യമില്ല. നീ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തെ നന്നായി ആരാധിക്കാൻ, ദൈവത്തിൽ ബലപ്പെടാൻ. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞേ, തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞേ, എന്റെ വിടുതൽ എന്നിലുണ്ട്. അല്ലാതെ പാസ്റ്റർ ലിനീഷ് ടെന്നിസൺ വരുമ്പോഴോ വിജി പോൾ വരുമ്പോഴോ ഒന്നും അല്ല, പാസ്റ്റർ വിജി പോൾ വരുമ്പോഴോ ഒന്നും അല്ല. ഒരു ദൈവദാസന്മാർ വന്നാലും നിനക്കൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്റെ വിടുതൽ നിന്റെ മേലുണ്ട്. നീ പറഞ്ഞാൽ ദൈവം ചെയ്യും. കൽപ്പിക്കേ, വിട്ടു പോകാൻ പറ. നിനക്ക് വേണ്ടാത്തതിനോടൊക്കെ വിട്ടു പോകാൻ പറ. സകലതും വിട്ടുപോകും. ആ ദൈവപുത്രന്മാരെ വായിച്ചേ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. ദൈവപുത്രന്മാരെ പാസ്റ്റർ അഖിലിന്റെ കയ്യിൽ കൊടുക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്ത് കൊടുത്താലോ ദൈവത്തിനാ കൊടുക്കുന്നത്. അത് സ്തോത്രമാണെങ്കിലും, ഹല്ലേലൂയ ആണെങ്കിലും, ആരാധനയാണെങ്കിലും, ഓഫറിംഗ് ആണെങ്കിലും, ഡൊണേഷൻ ആണെങ്കിലും, ടൈത്ത് ആണെങ്കിലും നിങ്ങൾ കൊടുക്കുന്നത് ദൈവത്തിനാണ്. ആമേൻ. ഹല്ലേലൂയ.
ദൈവത്തിന് കൊടുപ്പീൻ. ഓക്കെ, യേശുവിന് വീടുണ്ടോ ഇല്ലയോ എന്നാണ് വിഷയം. 10 എല്ലാം കൂടെ 10 മെമ്പേഴ്സ്, ശിഷ്യന്മാര്, ഇതുപോലെ ഗസ്റ്റ് യോമാര് പോയി. ഈ 2 പേരുണ്ടായിരുന്നു എഴുതിയിരിക്കുന്നത്. വീട്ടിൽ പോയിട്ട് വായിക്കണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ഇവർ 2 പേരുണ്ടായിരുന്നു. 2 പേര് യേശുവിന്റെ വീട്ടിൽ പോയിട്ട് ചായയും കുടിച്ച് തിരിച്ചു പോയെന്നല്ലോ, ഒരു ദിവസം അവിടെ നിന്നെന്ന്. വീട് കണ്ടപ്പോ നിൽക്കാൻ തോന്നി. നല്ല സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള ഒരു വീട്. എനിക്കറിയത്തില്ല കേട്ടോ, ഇനി നിങ്ങള് ഈ ചരിത്രവും ഹിസ്റ്ററി ലൈവൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹിസ്റ്ററി പോയിട്ട് എന്നെ കിടന്ന് ഫോൺ വിളിക്കരുത്. എവിടെയാണോ യേശുവിന്റെ സ്വിമ്മിംഗ് പൂൾ ഒന്നും. എല്ലാ പൂളും യേശുവിൻ്റെതാണ്. എല്ലാ പൂളും യേശുവിൻ്റെതാണ്. അന്നത്തെ കാലത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നെങ്കിൽ യേശുവിന്റെ വീട്ടിൽ ഉറപ്പായിട്ടുണ്ട്. പിന്നെ അത് വീട്ടിൽ ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ യേശുവിനെ പറ്റി പറയാം ശലോമോനിലും വലിയവനെന്ന്. ഹല്ലേലൂയ. പ്രൈസ്. എല്ലാത്തിലും യേശു വലിയവനാണ്. അത് പണത്തിലായിക്കൊള്ളട്ടെ, ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, എല്ലാത്തിലും. ആമേൻ. അപ്പോ ഈ ശാസ്ത്രിമാരെ യേശുവിനെ കാണാൻ വന്നത് വെറുതെ അല്ല. കയ്യിൽ എന്താ ഉണ്ടായിരുന്നു? പൊന്ന്, മൂര്, കുന്തിരിക്കം. ഇത് 3ഉം വിലയേറിയതാണ്. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് യേശുവിന് കൊടുക്കുമ്പോൾ വിലയേറിയത് കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം ആലയം തരുമ്പോൾ ഞാൻ പറഞ്ഞ അവിടുത്തെ സ്വിച്ച് പോലും നമ്പർ 1 ബ്രാൻഡ് ആയിരിക്കണം. നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു ചെയർ ആണെങ്കിലും ബ്രാൻഡ് ആയിരിക്കണം. ഒരു മൈക്ക് വാങ്ങിയാൽ അത് ബ്രാൻഡ് ആയിരിക്കണം. സഭയ്ക്കകത്ത് എന്ത് വന്നാലും ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി. AC ആണെങ്കിലും അത് ഏറ്റവും നല്ല ബ്രാൻഡാണ് വെച്ചിരിക്കുന്നത്. AC ആണെങ്കിൽ പോലും ലോക്കലുണ്ടോ, ഇനിയും താഴട്ടെ 15,000 രൂപ അങ്ങനെ നോക്കരുത്. വീട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോക്കൽ തേടിപ്പോ, ചൈന പീസോ ജപ്പാൻ പീസോ തേടിപ്പോ. പക്ഷെ സഭയ്ക്കെന്ന് വരുമ്പോൾ കടയിൽ പോയിട്ട് ഏറ്റവും വില കൂടിയതും ഏറ്റവും നമ്പർ 1 ക്വാളിറ്റിയും ചോദിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോവരുത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളത് സന്തോഷത്തോടെ ദൈവദാസന്റെ കയ്യിൽ കൊടുക്കണം. ആമേൻ. നിങ്ങളുടെ ഇഷ്ടത്തിന് ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കരുത്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ കൊടുക്കണം. ഹല്ലേലൂയ. എന്റെ ദൈവം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീടിന് അത്ര സൗന്ദര്യം ഇല്ലെങ്കിലും നിന്റെ സഭ ഒരു പാലസ് പോലെ ഇരിക്കണം. ഞാന് നല്ല സൗന്ദര്യമുള്ള സഭയൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല. നല്ല സൗന്ദര്യമുള്ള സഭയല്ല. നിങ്ങൾ എൻ്റെ അടുത്ത് പിണങ്ങിയാലും കുഴപ്പമില്ല. നിങ്ങളുടെ പാസ്റ്ററും എന്നെക്കാട്ടിയും കൂടുതൽ തമിഴ്നാട് മിനിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ്. തമിഴ്നാടിലുള്ള പാസ്റ്റേഴ്സ് ആണ് അല്പക്കൂടെ ദൈവീക കാര്യത്തിൽ വിശ്വസ്തര്. ഹല്ലേലൂയ. പല തമിഴ്നാട്ടിലെ പാസ്റ്റേഴ്സ് ഇന്നും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ചർച്ച ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കേരളത്തിലെ പല പാസ്റ്റേഴ്സിനും വീടുണ്ട്, സഭയില്ല. സഭ എവിടെ? അവിടെ റെന്റിനെടുത്ത് വെച്ചിരിക്കുന്നു, ഇവിടെ റെന്റിനെടുത്ത് വെച്ചിരിക്കുന്നു. ഒരമ്മയും പറഞ്ഞു ഹല്ലേലൂയ. ഒരു പാസ്റ്ററിന്റെ ഏറ്റവും ഫസ്റ്റ് വിഷൻ സ്വന്തമായിട്ടുള്ള സഭ. സഭയ്ക്കൊരു പ്രോപ്പർട്ടി, ഏറ്റവും വലിയൊരു സഭ. നീ എത്ര സ്ക്വയർ ഫീറ്റിൽ സഭ വയ്ക്കുന്നു, ഞാൻ പറയുന്നു നിന്റെ സഭ നിറച്ച ആള് വരും. കരമടിച്ചു പറഞ്ഞാട്ടെ. നീ എത്ര സെന്റ് സഭയ്ക്ക് വാങ്ങണോ അത്രയും സ്ക്വയർ ഫീറ്റില് ദൈവം ആത്മാക്കളെ സഭയ്ക്കകത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. 5-10 സെന്റ് വസ്തു സഭയ്ക്ക് വേണ്ടിയിട്ട് തേടി നടക്കരുത്. സ്റ്റാർട്ടിങ് 50 സെന്റെങ്കിലും വാങ്ങണം. തൊട്ട് പുറകില് പ്രോപ്പർട്ടി ഉള്ള വസ്തു വാങ്ങണം. കാടും മേടും നോട്ട് എ മാറ്റർ.
മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്ന സ്ഥലം നോക്കി വാങ്ങിയേ. അവിടെ ജനത്തെ കൊണ്ടുവരാൻ എന്റെ കർത്താവിന് പറ്റുമെന്ന്. ഹല്ലേലൂയ. സഭയ്ക്ക് എപ്പോ പ്രോപ്പർട്ടി വാങ്ങുന്നു ആ ദേശത്തിലെ സിറ്റി അതാണ്. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. യേശുവിനെ ബെത്ലഹേം റിജക്ട് ചെയ്തു. യേശുവിനെ ബെത്ലഹേം റിജക്ട് ചെയ്തു. ബെത്ലഹേം പറഞ്ഞു നമുക്ക് ഹെരോദാവ് മതി, ഹെരോദാവ് മതി, ഹെരോദാവ് മതി എന്ന് പറഞ്ഞു. എന്നാൽ നസറേത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ റെഡിയാണ്. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ബെത്ലഹേമും യെരൂശലേമും ഒക്കെ ഒരുപാട് പ്രോഫസിയും ഒരുപാട് അനുഗ്രഹമുള്ള സ്ഥലമാണ്. നസറേത്ത് മാത്രം വെറും 400 പേര് മാത്രമുള്ളൊരു ചെറിയ വില്ലേജ് ആയിരുന്നു. ആ ചെറിയ വില്ലേജ് അല്പജനം, ട്രൈബൽ പോലുള്ള ജനം, ഹല്ലേലൂയ, ആഹാരമില്ലാത്ത ജനം, ഫൈനാൻഷ്യൽ ബെറ്റർ അല്ലാത്ത ജനം 2 കൈ നീട്ടി യേശുവിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. ഇന്ന് വേൾഡിലെ ഇസ്രായേലിൽ ഏറ്റവും പോപ്പുലേഷൻ ഉള്ളത് നസ്രത്തിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരുള്ളത് നസ്രത്തിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സയന്റിസ്റ്റ് ഉള്ളത് നസ്രത്തിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വെൽത്തി പൈസ നസ്രത്താണ്. ഹല്ലേലൂയ. മൾട്ടി മില്യണറുകൾ താമസിക്കുന്ന സ്ഥലമായി നസ്രത്ത് മാറി. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം യേശു വന്നാൽ നിന്റെ പഴയ പേര് മാറി നീ പുതിയതായി മാറും. ജോസഫിനോട് മറിയോട് ചോദിക്കാം, ജോസഫേ, മറിയേ, യേശു വന്നതിന് ശേഷം എന്താ സംഭവിച്ചേ? ജോസഫ് പറയും, എന്റെ കൊച്ചിന് ജന്മം നൽകാൻ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലായിരുന്നു, ലോഡ്ജിന് റൂം എടുക്കാൻ പൈസ ഇല്ലായിരുന്നു. പക്ഷേ യേശു വന്നതിന് ശേഷം 12,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീട് അവൻ വച്ചു തന്നു. വിശ്വസിക്കുന്നവർ പറ, വീടില്ലാത്ത നിനക്ക് വീട് തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. ജോലി തരാൻ ദൈവം ശക്തനാണ്. സകലത് ചെയ്തു തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. നിന്റെ കടഭാരം മാറ്റുവാൻ ദൈവം ശക്തനാണ്. സമാധാനം തരുവാൻ ദൈവം ശക്തനാണ്. സന്തോഷം തരുവാൻ ദൈവം ശക്തനാണ്. യേശു സകലത്തിന് മതിയായവൻ. ഹല്ലേലൂയ. സംഘടനയിൽ വന്നാൽ നിനക്ക് വിടുതലില്ല, ക്രിസ്തുവിൽ വരുമ്പോൾ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ ഏതോ സംഘടനയിൽ വന്നതുകൊണ്ടല്ല വിടുതൽ. ഞാൻ AGയിലോ ചർച്ച് ഓഫ് ഗോഡിലോ ഇൻഡിപെൻഡന്റിലോ വന്നപ്പോഴല്ല വിടുതൽ. ഞാൻ എപ്പോഴാണോ ക്രിസ്തുവിൽ വന്നത് അപ്പോഴാണ് എന്റെ ലൈഫിനകത്ത് വിടുതൽ നടന്നത്. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം പറ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. ചൂടമ്മാന ഭൗഡ രഗദല ഗമനപ രഗദല ഓം ദീപൽ ഗമനപ രഗദ വംശവരാജ ശൈലം. യെസ് യെസ്, അഭിഷേകത്തോടെ രാജേ, അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ, നല്ല അഭിഷേകത്തോടെ രാജേ. ദീവ രബല ഗമന രഗന രഗന ഭൗഡ രഗദ വേദ ദീപൽ ഗമന രഗദ രഗദ അഭിഷേകം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വരുന്നവന് സകലതും ദൈവം കൊടുക്കും. നിതിൻ വന്നിട്ടുണ്ടോ? നിതിൻ ആരാ? മിസ്സിംഗ്, ആബ്സെന്റ്. ആനി. ഹല്ലേലൂയ. റബല ശാന്തരാധര. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ചിലത് ജനിക്കാൻ പോകുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പോകും. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാത്തവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകാൻ പോകുന്നുവെന്ന് 2026 പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ രേഖേമാന രാഖാദാര ബാബാബ ശാന്തരാധരാധര. യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ. ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. അവിടെ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്ത് വലത്തും ഇടത്ത് ഇരിക്കുന്നവരെ ഒന്നും നോക്കരുത്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ
എത്ര ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും അത്രയും ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ലജ്ജിക്കരുത്, നാണക്കേട് തോന്നരുത്. തുള്ളി ചാടി ഇവിടെ പോട്ടെ, നിങ്ങൾക്ക് വിശാലമായൊരു സഭ തരും. അവിടെ നിങ്ങൾ എത്രത്തോളം മഹത്വം ഇറങ്ങുന്ന സ്ഥലമെന്ന് ദൈവാത്മാവ് പറയുന്നു. ഇനി വരാൻ പോകുന്ന സഭ അതൊരു കാദോഷായിരിക്കും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന കാദോഷ്. യെസ് യെസ് വത്സല ആരാ? വത്സല സഭയിൽ വത്സല എന്ന പേരുള്ള ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഈ പേര് വിളിക്കുമ്പോൾ ആ പേര് വിളിക്കുന്ന ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാം കേട്ടോ. വിപിൻ, വിപിന്റെ ആരാ? വത്സല. വിപിന്റെ അമ്മയാണ് വത്സല. പിന്നെ എഴുന്നേൽക്കാത്തത് ബിനിലെ ആരാ? ബിനിലെ. ഹല്ലേലൂയ. നിങ്ങളിങ്ങോട്ട് ഫ്രണ്ടിൽ വന്ന് യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. കുഞ്ഞുങ്ങള് എല്ലാവരും ഫാമിലിയോടെ വേണ്ട, നിങ്ങൾ കൈകോർത്ത് യേശുവിന്റെ നാമത്തിൽ എന്നോട് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകുവാൻ, വീട്ടിനകത്ത് നിങ്ങൾ സഭയിൽ വരുമ്പോഴുള്ള സന്തോഷം വീട്ടിൽ പോകുമ്പോൾ ഇല്ല. ഭിന്നതകൾ. ഹല്ലേലൂയ. എന്നെ കാണിക്കുന്നത് വത്സലയെ ചർച്ചയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സഭയിൽ ഇനി വരുന്നില്ലെന്ന് പറഞ്ഞ് പിന്മാറ്റത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ഞാൻ ബ്രേക്ക് ചെയ്തു. ഹല്ലേലൂയ. തേവയില്ലാതെ ചുമ്മാ കൊണ്ടിടുന്ന പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, ഡൗട്ടുകൾ, കൺഫ്യൂഷനുകൾ, മരുമകൾക്ക് എന്നോട് സ്നേഹമില്ല, അമ്മാവിയമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, ഫാമിലിക്കകത്ത് ഫൈറ്റുകൾ കൊണ്ടിടുന്ന അസ്വസ്ഥതകൾ. ഐ ഡോണ്ട് നോ, എന്നോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നു. അത് നിമിത്തം വീട്ടിനകത്ത് കലഹം കൊണ്ടുണ്ട്. കഷ്ടപ്പെട്ടൊരു വീട് വച്ചു, സമാധാനമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മോന് ഭാര്യയോടാണ് കൂടുതൽ സ്നേഹം. ഹല്ലേലൂയ. എന്തോ ഐ ഡോണ്ട് നോ, സംതിങ്. ഞാൻ ഇങ്ങനെയൊന്നും പ്രവചിക്കുന്നതല്ല. ഹല്ലേലൂയ. ഡീപ്പായിട്ട് ഇടപെടുന്നത് കൊണ്ട് പറയുക. കീപ് സൈലന്റ്. ഹല്ലേലൂയ. ക്ലോസ് യുവർ മൗത്ത് ആൻഡ് സൈലന്റ് ആൻഡ് പ്രേ. ഓക്കെ മോളെ, മറുപടി പറയാൻ പോകരുത്. ഓക്കെ, നീ ഒത്തിരി തകർന്നായിരിക്കുന്നു. നീ പലതും തെളിയിക്കാൻ പോയി തോറ്റു. നിനക്ക് ഭർത്താവ് വേണം, അമ്മ വേണം, ആരും അക്സെപ്റ്റ് ചെയ്യാത്ത കൊല്ലാൻ കെട്ടിയിട്ട കഴുതയെ പോലെയുള്ള സിറ്റുവേഷൻ, വീട് വിട്ടിറക്കി ഓടിക്കാൻ വേണ്ടിയിട്ട് ശപിക്കുന്ന ശാപങ്ങൾ യേശുവിൻ നാമത്തിൽ ഐ ബ്രേക്ക് ദ നെയിം ഓഫ് ജീസസ്. അവളെ പിടിച്ചോണ്ട് ശുശ്രൂഷയ്ക്ക് വിരോധമായി ഇപ്പോൾ അവളുടെ മേൽ ഫയർ ദ നെയിം ഓഫ് ജീസസ്. യെസ്, ദൈവശക്തി ഇറങ്ങുന്നു. പിടിച്ചോ. യെസ് യെസ്. എന്ന് മുതൽ ചേഞ്ച് ആകുക, ചേഞ്ച് ചെയ്യുക. നിന്റെ വീട്ടിനകത്ത് സമാധാനം വരാൻ പോവാ. ഫയർ. യെസ് യെസ്. ഹല്ലേലൂയ. ലോർഡ് ടച്ച് ദ നെയിം ഓഫ് ജീസസ്. ഈ കുഞ്ഞിന്റെ മേൽ ഒരു ശുശ്രൂഷ. ഫയർ ലോർഡ് ജീസസ്. ഫ്യൂച്ചറിൽ ഒരു വലിയൊരു ശുശ്രൂഷകനായി മാറട്ടെ. മോനെ ബിബിനെ, നിന്റെ മേലെ ഒരു ഭയങ്കര മിനിസ്ട്രി വെളിപ്പെടാൻ. നിനക്കൊരു സമാധാനമില്ല. അമ്മ വേണം, ഭാര്യ വേണം, ആരോ കൂടെ. നിനക്ക് യേശു മതി. നിന്റെ വീട്ടിനെ ദൈവം പണിയാൻ പോകുന്നുവെന്ന് വീട്ടിനകത്ത് ഉണ്ടാക്കുന്ന സകല സമാധാന കേടുകളും പൊളിക്കും, നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സകല ദുരാത്മാവിന്റെ പോരുകളെയും യേശുവിൻ നാമത്തിൽ ഐ ബ്രേക്ക് ദ നെയിം ഓഫ് ജീസസ്.
ആരാധിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിനകത്ത് കയറി പ്രവർത്തിക്കുന്ന ഭിന്നതകൾ ഉണ്ടാക്കുന്ന, വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്ന, ഭിന്നതകൾ ഉണ്ടാക്കുന്ന, ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങൾ കൊണ്ടിടുന്ന, ഹല്ലേലൂയ. നീ ഒരു തച്ചനാണ് കേട്ടോ, തച്ചൻ. ഹല്ലേലൂയ. കാർപ്പന്റർ. നിനക്ക് സ്വന്തമായി ഒരു ഫർണിച്ചർ ഷോപ്പ് തരാൻ പോകും. ഹല്ലേലൂയ. എന്താ വർക്ക്? എന്തായിരുന്നു? എന്നാ വർക്ക്? കാർപ്പന്റർ. കൂലിക്കാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ ഒരു ഫർണിച്ചർ ഷോപ്പ് തുടങ്ങും. അങ്ങനെ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും. കരമടിച്ചു ശ്രദ്ധിച്ചേ. 2026 ദൈവം പണി തുടങ്ങാൻ പോവാ. ആര് നിന്നെ ശപിച്ചോ, ഇന്ന് രാത്രി സഭയിൽ പറയുന്നു, ദൈവം നിനക്ക് ഒരു ഫർണിച്ചർ ബിസിനസ് തരും. അത് സക്സസ് ആവും. ഹല്ലേലൂയ. പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നിന്റെ തലവര നേരെയാക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നീ ഫേമസ് ആവും. ഒന്നല്ല, പല ഷോപ്പുകൾ ദൈവം തരും. ആദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഓർക്ക് ഇൻസ്റ്റാൾമെന്റ് പരിപാടിക്ക് പോകരുത്. നീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾമെന്റിന് സ്റ്റാർട്ട് ആവരുത്. നീ ഏത് ഷോപ്പിൽ കൊടുക്കുന്നതിനെക്കാട്ടിയും ചെറിയ ലാഭത്തില് ഏറ്റവും ബെസ്റ്റ് സാധനം കൊടുക്കുന്ന പേര് ദൈവം നിനക്ക് തരാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പ്രവചിച്ച് പറയുന്നു. ദൈവം നിനക്ക് ഇനിയും ഒരു വീട് തരും. ഒരു വീടല്ല, ഇനിയും ദൈവം നിനക്ക് വീട് തരും. നിന്റെ ഫൈനാൻഷ്യൽ ഏരിയക്കകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നുവെന്ന് ആത്മാവ് ഈ രാത്രി പ്രവചിച്ചു പറയും. ഹലോ, ഇനി മറുപടി പറയാൻ പോകരുത്. ദൈവത്തോട് മാത്രമേ സംസാരിക്കുന്ന തീരുമാനം എടുക്കണം. നീ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പോണ്ട, അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പോണ്ട. ഗോ ആൻഡ് സിറ്റ് ഇൻ പ്രേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നീ സൈലന്റ് ആയിട്ടിരിക്കുക. നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. വീട്ടിനകത്തൊരു യൂണിറ്റ് വരാൻ പോവാ. അമ്മയെ സ്നേഹിക്കുക. റെസ്പെക്ട് യുവർ മദർ. റെസ്പെക്ട് യുവർ മദർ. അവർക്ക് നല്ല സാരി വാങ്ങിക്കൊടുക്കുക, നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കുക. ഹല്ലേലൂയ. ശബല റഗദുരബ ശാന്തര. യേശു എന്താ സ്നേഹിച്ചത്? യൂദാസ് വന്ന് യേശുവിനെ ചുംബിച്ചപ്പോൾ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു, നീ ചെയ്യേണ്ട മോനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവസാനം വരെ കൊണ്ട് നടന്നില്ലേ? ഹല്ലേലൂയ. യേശു നമ്മെ പഠിപ്പിച്ചത് അടിയുണ്ടാക്കുന്നത് എങ്ങനെയെന്നല്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനല്ല, യേശു പഠിപ്പിച്ചത് സ്നേഹിക്കാനാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് ഇനി ദേഷ്യം വരില്ല, ഇനി നിങ്ങൾക്ക് ടെൻഷൻ വരില്ല, നിങ്ങളുടെ ഉള്ളിനകത്ത് ഇനി ഭാരം ഉണ്ടാവില്ല. കംപ്ലീറ്റ് റിലാക്സ് ടുഡേ നൈറ്റ്. യേശുവിൻ നാമത്തിൽ ഫ്രീഡം നൈറ്റ് ടുഡേ. ദൈവം നിന്നെ സ്വതന്ത്രമാക്കാൻ പോവാ. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് സന്തോഷത്തോടെ പോയിരിക്കും. ചിരിച്ചോണ്ടോ? ഓക്കെ. വീട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് പോകണം. സ്പെഷ്യൽ പൊറോട്ടയും ബീഫും ചിക്കനും ഒക്കെ. ഓക്കെ. ഹല്ലേലൂയ. ഇന്ന് മുതൽ നിങ്ങളുടെ വീട് ബേഥേലായിരിക്കും, സമാധാനത്തിന്റെ വീടായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം, മോനെ എത്ര മണിക്കാ ക്ലോസ് ചെയ്യുന്നത്? 9:10 ക്ലോസ് ചെയ്യും. ഓക്കെ. അല്ലെങ്കിൽ സമയമില്ലല്ലോ, 5 മിനിറ്റുകളിലൊക്കെ. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം വിശുദ്ധമാക്കിയത്. ദൈവം വിശുദ്ധമാക്കിയത്. ഹല്ലേലൂയ. അപ്പൊ ഇത് നേരത്തെ അശുദ്ധമായിരുന്നു, ദൈവം വിശുദ്ധമാക്കിയതാ. ഹല്ലേലൂയ. വായിക്കാം, ആ ഭാഗം ഒന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-7. നമുക്ക് 9:15 ക്ലോസ് ചെയ്യാം. ഓക്കെ. 9:15. ഓക്കെ. ജെനസിസ് ചാപ്റ്റർ 14, 6, 7 വേഗത്തിൽ വായിച്ച്. കാദേശ് എന്ന വാക്കിന് വേറൊരു അർത്ഥം ഉണ്ടായിരുന്നു. കാദേശിന് ഒരു പഴയ പേരുണ്ടായിരുന്നു. പുതിയ കാദേശ് ദൈവം വിശുദ്ധമാക്കിയിട്ട് ദൈവം കാദേശ് എന്ന പേരിട്ടു. ദൈവം വിശുദ്ധമാക്കിയ സ്ഥലം. ജെനസിസ് ചാപ്റ്റർ 14, 6, 7.
ഉൽപ്പത്തി 14:6-7. ആ ആ ആ കാദേശ് മതി. കാദേശ് എന്ന ഏൽ മിഷ്ബാത്ത്. അപ്പൊ കാദേശിന് മറ്റൊരു പേരുണ്ടായിരുന്നു, ഏൽ മിഷ്ബാത്ത്. ഈ ഭാഗം നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം, ഇവിടെ മൊത്തം യുദ്ധമാണ്. 5 രാജാക്കന്മാർ ഒരുമിച്ചും 4 രാജാക്കന്മാർ ഒരുമിച്ചും, അങ്ങനെ 9 പേർ ചേർന്ന് ഫൈറ്റ് ചെയ്യുക. ഹല്ലേലൂയ. പക്ഷേ 5 രാജാക്കന്മാർ തോക്കും. എത്ര ഫൈറ്റ് ചെയ്തായിരുന്നാൽ 5 രാജാക്കന്മാർ തോക്കും, 4 പേര് ജയിക്കും. 4-നാണോ പവർ വേണ്ടത്, 5-നാണോ പവർ വേണ്ടത്? 4-നാണോ പവർ, 5-നാണോ പവർ? പക്ഷെ തോക്കുന്നത് 5-ആണ്. അതിന്റെ അർത്ഥം 4-ന്റെ കൂടെ ദൈവം ഇരുന്നാൽ ജയം അവർക്കാണ്. ആരുടെ കൂടെയാണോ ദൈവം ഉള്ളത്, അവരുടെ ജയം ഉള്ളത്. എല്ലാരും പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസറും ഒരു വലിയൊരു രാജ്യവും ഉണ്ടായിരുന്നു. 3 പയ്യന്മാർക്ക് തുണയായി 4-മതൊരുത്തൻ ഇറങ്ങി. ജയിച്ചത് ഈ പയ്യന്മാരായിരുന്നു. ഹല്ലേലൂയ. നിന്റെ കൂടെ ദൈവം നിന്നാൽ നിനക്ക് തോൽവിയില്ല, നിനക്ക് ജയം മാത്രമേ ഉള്ളൂ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വശത്ത് 1000 പേരും, നിന്റെ വലത്ത് വശത്ത് 10,000 പേര് വീഴും. എങ്കിലും അതിലും വലുതും വന്നാലും നിന്നെ തൊടത്തില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ചു പറ, ഇന്ന് രാത്രി നിന്റെ വശത്ത് 1000 പേരും, നിന്റെ വലത്ത് വശത്ത് 10,000 പേര് വീഴും. അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ. പോരാ 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 പോരാ. അഭിഷേകം, 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 അഭിഷേകം. ദൈവം നിന്റെ കൂടെ ഉണ്ട്, ദൈവം നിന്റെ കൂടെ ഉണ്ട്, ദൈവം നിന്റെ കൂടെ ഉണ്ട്. പറ, ദൈവം എന്റെ കൂടെ ഉണ്ട്. മഞ്ജു ആരാ? മഞ്ജു, മഞ്ജു വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. പല കുടുംബങ്ങളുടെ അകത്ത് ഭയങ്കര ഡെലിവറൻസുകൾ നടക്കേണ്ടതാണ്. ഒരു മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഹല്ലേലൂയ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഏൽ മിഷ്ബാത്ത്, രക്തച്ചൊരിച്ചിന്റെ സ്ഥലം, ന്യായവിധിയായി. ആ ന്യായവിധിയുടെ സ്ഥലത്തെ ദൈവം കാദേശാക്കി മാറ്റി. ഹല്ലേലൂയ. സദൃശവാക്യം 13-ാം അധ്യായം 20-ാമത്തെ വചനം വായിക്കുമ്പോൾ, യു വാക്ക് വിത്ത് വോയിസ് യു ഷാൽ ബി വോയിസ്. അതിന്റെ അർത്ഥം ജ്ഞാനിയോടുകൂടെ നടന്നാൽ നീയും ജ്ഞാനിയായി മാറും. നീ ഒരു പരദൂഷണം പറയുന്നവന്റെ കൂടെ നടന്നാൽ നീ 1-ാം തരം പരദൂഷണക്കാരനായി മാറും. നീ ഒരു നുണ പറയുന്നവന്റെ കൂടെ നടന്നാൽ നുണയനായി മാറും. കൊള്ളക്കാരന്റെ കൂടെ നടന്നാൽ കൊള്ളക്കാരനായി മാറും. പ്രവാചകന്റെ കൂടെ നടന്നാൽ പ്രവാചകനായി മാറും. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ നടന്നാൽ പ്രാർത്ഥിക്കുന്നവൻ. അപ്പോസ്തലന്റെ കൂടെ നടന്നാൽ അപ്പോസ്തലനായി മാറും. പാസ്റ്ററിന്റെ കൂടെ നടന്നാൽ പാസ്റ്ററായി മാറും. ആരാധിക്കുന്നവന്റെ കൂടെ നടന്നാൽ നീ നല്ല ആരാധിക്കുന്നവനായി മാറും. ഓ ഹല്ലേലൂയ. ഈ കാദേശിന്റെ നൈബർ ആരെന്ന് ചോദിച്ചാൽ കനാനാണ്. പ്രൈസ് ദി ലോർഡ്. ഏൽ മിഷ്ബാത്ത് ചേർന്ന് നിന്നത് കനാന്റോട് ആണ്. കനാന്റെ കൂടെ നിന്നപ്പോൾ ഏൽ മിഷ്ബാത്ത് കാദേശായി മാറി. ഒരു ഭാഗം കൂടെ വായിക്കാം. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 2-ാം അധ്യായം 8-ാം അധ്യായം 7 മുതൽ താഴോട്ട് വേഗത്തിൽ വായിച്ച്. നിന്റെ ദൈവമായ യഹോവ
നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. വായിച്ചേ. അത് എല്ലാരും പറഞ്ഞേ. മോനെ, പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ലൊരു ദേശത്താ കൊണ്ടുപോകാൻ പോകുന്നത്. അവിടെ ഞാൻ എന്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അവിടെ ഇരുന്നു കൊണ്ട് നീ സഭയ്ക്ക് വേണ്ടി നിലങ്ങളെ വാങ്ങും, ഓഫീസുകളെ വയ്ക്കും. സഭയിൽ വരുന്നവരെല്ലാം അനുഗ്രഹം പ്രാപിക്കും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. എന്നോട് ആത്മാവ് പറയുന്നു, പ്രവാചക ശിഷ്യ ഗണങ്ങളെ ദൈവം നിനക്ക് ഒഴിവാക്കും. പോരാ 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 പോരാ. ഇന്ന് ഈ ലൈവിൽ വചനം കണ്ടുകൊണ്ടിരിക്കുന്ന രമ്യ എന്ന് പേരുള്ള ഒരു സഹോദരിയുടെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. രമ്യ എന്ന പേരുള്ള ആരെങ്കിലും ഇതിനകത്തോ ലൈവിലോ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി അസാധാരണമായ ദൈവപ്രവൃത്തി നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോകുന്നുവെന്ന്, സകല ശൂന്യതകളും മാറാൻ പോകുന്നുവെന്ന്, സകല ശാപങ്ങളെയും മാറ്റുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഈ രാത്രി പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ദൈവാത്മാവ് പറയുന്നു, അവളുടെ ഫൈനാൻഷ്യൽ ഏരിയക്കകത്ത് ദൈവം വലിയൊരു ഡെലിവറൻസ് അയക്കാൻ പോകുന്നുവെന്ന് ആത്മാവ് ഈ രാത്രി എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ബിനു എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ബിനു ലൈവില്. ഹല്ലേലൂയ. ആ മകന്റെ മേലെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് യേശുവിൻ നാമത്തിൽ. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിനെ ദൈവം ചെയ്യാൻ പോവാ. അവന്റെ സകല പരാജയങ്ങളെയും അവന്റെ ബാക്ക് ബോണിനകത്ത് ഇപ്പോൾ ദൈവശക്തി ഇറങ്ങാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയാൻ പറയുന്നു. അവൻ ഒരുപാട് പരാജയങ്ങൾ കണ്ടവനാണ്, ഒരുപാട് തോൽവികൾ കണ്ടവനാണ്. ഇനിയുള്ള നാളുകളിൽ 2026 ഫെബ്രുവരിയിൽ ഞാനൊരു ജയത്തെ കൊടുക്കാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ഈ രാത്രി എന്നോട് പ്രവചിച്ചു പറയുന്നു. മോനെ, നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. വായിച്ചേ. ദൈവം നല്ലൊരു ദേശത്തിലല്ലോ കൊണ്ടുപോയത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും, ഹല്ലേലൂയ, മുകളിൽ നിന്നും താഴെ നിന്നും വെള്ളം. ഹല്ലേലൂയ. ഇതൊരു സഭയെ കാണിക്കുന്നു. കാദേശ് ഒരു സഭയെ കാണിക്കുന്നു. കനാൻ ഒരു സഭയെ കാണിക്കുന്നു. നിങ്ങൾ യെഹെസ്കേൽ പ്രവചനം വീട്ടിൽ പോയിട്ട് വായിക്കണം. ഈ സഭയുടെ കൃത്യമായി എഴുത്ത് അതിനകത്തുണ്ട്. 4 സൈഡ് വെള്ളം, അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സഭ, നിങ്ങൾ ഇനി കയറാൻ പോകുന്ന സഭ, പരിശുദ്ധാത്മാവിൽ വളരാൻ പോകുന്ന, പരിശുദ്ധാത്മാവിൽ വർദ്ധിക്കാൻ പോകുന്ന ഒരു സഭയാകുന്നു എന്ന് ആത്മാവ് ഈ രാത്രി എന്നോട് പ്രവചിച്ചു പറയുന്നു. ഹല്ലേലൂയ. സഭയ്ക്കുള്ള ദൂതുകളായി അടുത്ത് വായിച്ചേ. ഇത് പ്രോമിസ് വേണം കേട്ടോ. ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഡ്യൂട്രോണമി ചാപ്റ്റർ 8:7 ഓൺവേഴ്സ് മറക്കരുത്. യെഹെസ്കേൽ പ്രവചനം 47 മറക്കരുത്. ഇത് കണക്ട് ചെയ്ത് വായിച്ചോ. ഇങ്ങനെയാണ് സഭ വളരാൻ പോകുന്നത്. വായിച്ചേ. ഗോതമ്പ് യവം ഹാർവസ്റ്റിനെ കാണിക്കുന്നു. 2026 6-ാം മാസം മുതൽ സഭയിൽ പുതിയ പുതിയ ആത്മാക്കൾ വരും. ഒരു വലിയൊരു ഹാർവസ്റ്റിന് ആരംഭം കുറിക്കാൻ പോകുന്നുവെന്ന് 2000 മിഡിലില് ഒരു ഹാർവസ്റ്റ് നീ കാണാൻ പോകുന്നു. ഗോതമ്പ്, യവം, മുന്തിരി, അത്തിവൃക്ഷങ്ങളും ഉള്ള ദേശം, ഇതെല്ലാം ഡിഫറന്റ് കാറ്റഗറിയിലുള്ള ആത്മാക്കളെ കാണിക്കുന്നു. പണം ഇല്ലാത്തവനും പണം ഉള്ളവനും, രോഗമുള്ളവനും രോഗമില്ലാത്തവനും, ആസ്തിയുള്ളവനും, വിഐപികളും, എഞ്ചിനീയറും, ഡോക്ടർമാരും, കൂലിവേല ചെയ്യുന്നവനും, ബിസിനസ് ചെയ്യുന്നവനും ഒക്കെ നിന്റെ സഭയ്ക്കകത്ത് കയറി വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. തേനും പാലും ഉള്ള ദേശം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പ്രത്യേകത എന്താ? തേനും പാലും ഒഴുകുന്ന ദേശം എന്ന് പറയുന്നതിന്റെ കാരണം,
ആയിരക്കണക്കിന് ആടുകൾ, കനാൻ ദേശത്തിലുള്ള ആടുകള് കറന്നാൽ പാത്രം നിറഞ്ഞു കവിയും. കറന്ന് കറവുകാരന്റെ വിരലിൽ നീര് പിടിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കറക്കാൻ വരുന്നവന്റെ വിരലിൽ നീര് പിടിക്കുന്ന രീതിയിലാ പാല് ആടുകൾ ചൊരുത്തി വിടുന്നത്. ഈ കറവുകാരൻ കറന്നാലും പാല് തീരത്തില്ല. അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് ആടുകൾ മലയുടെ മുകളിൽ പോയി അതിന്റെ അകിട് കൊണ്ട് അടിക്കും. അതിന്റെ അകിടിൽ നിന്ന് മിച്ചം മീതി വരുന്ന പാല് പാറയിലൂടെ ഒഴുകും. ഇത് മലവെള്ളം പോലെ, ശ്രദ്ധിക്കണേ, മലവെള്ളം പോലെ പാലൊഴുകി വരും. ഈ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ദൈവം അനുഗ്രഹിച്ച സ്ഥലത്ത് മുന്തിരി, ഓറഞ്ച്, മാതളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തേനീച്ചകൾ ഒരുപാടുണ്ട്. ഈ തേനീച്ചകൾ വലിയ വലിയ കൂടുകൾ ഈ പാറയിൽ കെട്ടിവെക്കും. ഈ പാല് ഒഴുകി വരുമ്പോ ഈ തേൻകൂടും പൊളിച്ചോണ്ട് ഒഴുകി വരുന്നത്. അതിന്റെ അർത്ഥം പാലിൽ പഞ്ചസാര ഇട്ട പാലല്ല, നല്ല പ്യുവർ ഒറിജിനൽ തേന് കലർന്ന പാല നിന്നിൽ തേടി വരുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ചു പറഞ്ഞ് 2026 പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, നല്ലൊരു ദേശത്തെ കൊണ്ടുപോയി ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് സൈനികളുടെ യഹോവ ഈ രാത്രി പ്രവചിച്ചു പറയുന്നു. അതിന് ഞാൻ ഇടുന്ന പേര് കാദോഷ്. കാദോഷ്. ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ എന്നോട് സംസാരിക്കണമേ, യേശുവേ എന്നോട് സംസാരിക്കണമേ. അഭിഷേകം 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 വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. അജയ് ആരാ? അജയ് 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 ഘോഷ്, അജയ് ഘോഷ്. ഹല്ലേലൂയ. യെസ് യെസ്. മോന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? എല്ലാവരും എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്. മോനെന്താ സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണോ? നിന്റെ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണോ? നിന്നെ ആ മേഖലയിൽ ദൈവം ഒരു വലിയൊരു ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റുഡിയോ മാതിരി, ഒരു സ്റ്റുഡിയോ, ഒരു സ്വന്തമായ ഒരു സ്റ്റുഡിയോ ദൈവം നിനക്ക് തന്ന അനുഗ്രഹിക്കാൻ പോകുന്നു. ആത്മാവ് ആലോചന അറിയിക്കുന്നു. മോനെ അജയ് ഘോഷ്, നീ കേരളത്തിലും തമിഴ്നാടും ഫേമസ് ആകും. ഇന്റർനാഷണൽ ലെവലില് ഒരുപാട് ആൽബങ്ങൾ. ഹലോ, നീ ഒരുപാട് മെസ്സേജുകൾക്ക്, ഒരുപാട് ആൽബങ്ങൾക്ക്, ഒരുപാട് സോങ്ങുകൾക്ക് നീ സൗണ്ട് കൊടുക്കാൻ പോകുന്നുവെന്ന്, സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പോകുന്നുവെന്ന്. സൗണ്ട് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട എല്ലാ എക്യുപ്മെന്റ്സുകളും, എല്ലാ മിക്സറുകളും, എല്ലാ ഉപകരണങ്ങളും, ലക്ഷക്കണക്കിന് വിലയുള്ള സകല എക്യുപ്മെന്റ്സുകളും നിനക്ക് ഞാൻ തന്ന് നിന്റെ ഫൈനാൻഷ്യൽ ഏരിയയെ ഉയർത്താൻ പോകുന്നുവെന്ന് ആത്മാവ് ഈ രാത്രി എന്നോട് പ്രവചിക്കാൻ പറയുന്നു. നിന്റെ സമയമായി. This is your time. This is your season. പോരാ 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 പോരാ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്. ഇതൊരു ആരംഭമാണ്, ഇതൊരു ആരംഭമാണ്. This is your time. ചൂടാ രബല ഗമന രഗന ബൗഡ രഗദല ഭൗഷഭ രാജവ ഹസ്തന ദിബല പ്രൗഢഭ. യെസ്. ഹല്ലേലൂയ. അരുൺ ആരാ? അരുൺ. ഹല്ലേലൂയ. അരുൺ. പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അനീഷ ആരാ? അനീഷ. 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 ഓക്കെ ഓക്കെ. ഹസ്ബൻഡിന്റെ പേരെന്താ? എണീറ്റോ എണീറ്റോ, കുഴപ്പമില്ല. അരുൺ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അതാ ദൈവാത്മാവ് ഒരു അരുൺ, അനീഷ, ഒരു അരുണും അനീഷയും ഒരു അരുണും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവാ. മോറ്റയ്ക്കാണോ വന്നത്? എണീറ്റോ എണീറ്റോ. നിങ്ങൾ രണ്ടുപേരും പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാണ്. രണ്ടുപേരും കൈകോർത്തോ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ പണിയാൻ പോവാം. ചില വാഗ്ദത്തങ്ങൾ ജനിക്കാൻ പോകുന്നു. മോളെ, നിന്റെ വയറ്റിനകത്ത് ചില വാഗ്ദത്തങ്ങൾ ഉരുവാകാൻ പോകും യേശുവിന്റെ നാമത്തിൽ. മറിയയുടെ മേൽ, അവളെ പിടിച്ചോണ്ട്,
മറിയയുടെ മേൽ വാഗ്ദത്തം ജനിച്ചതുപോലെ ഇതൊരു പരിശുദ്ധാത്മാവിൽ ജനിച്ച കുഞ്ഞാണ്. Fire of Jesus. യേശുവിൻ നാമത്തിൽ മോളെ, ആ കുഞ്ഞിന്റെ ജനനത്തോടെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, പ്രതീക്ഷിക്കാത്ത ചില നന്മകളെ നീ കാണാൻ പോവാ. ഒരു ബിൽഡിംഗ് ഞാൻ നിനക്ക് വേണ്ടി പണിയും. ഐ വിൽ ബിൽഡ്. എല്ലാ ഫൈനാൻഷ്യൽ ഏരിയക്കകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്നെ ആരാണോ റിജക്ട് ചെയ്തത്, നിന്നെ ആരാണോ ഒറ്റപ്പെടുത്തിയത്, അവരുടെ നടുവിൽ നിന്റെ തലയെ ഞാൻ ഉയർത്താൻ പോകുന്നുവെന്ന്, നിന്നെ അപമാനിച്ച് താഴ്ത്തിയവരുടെ നടുവിൽ ഞാൻ നിന്നെ ഉയർത്തി മാനിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുന്നു. യെസ്, ഹല്ലേലൂയ. അനീഷ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. നീ പോലും അറിയാതെ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിന്നെ തേടി വരുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു. നിനക്ക് വിരോധമായി അടഞ്ഞ സകല വാതിലുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് തുറക്കാൻ പോകുന്നുവെന്ന് ആത്മാവ് ഇന്ന് രാത്രി എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഇന്ന് രാത്രി ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ അരുണിന്റെ മേൽ ആ വീട്ടിൽ അവളെ പിടിച്ചോ, ദൈവശക്തി ഇറങ്ങുന്നു. Receive the fire. ചൂടം, മാനം തേരം ദീപ രാപ ശബ നഗ രഗ ധര. ബീന ആരാ? ബീന എന്ന് പേരുള്ള പ്രാർത്ഥിച്ചേ. അമ്മ, നീ മനം തകർന്നായിരിക്കുന്നു ഇന്ന് രാത്രി. നിന്നെ വിട്ട് ആരാണോ ഇറങ്ങിപ്പോയത്, നിന്നിൽ നിന്ന് ആരാണോ അകന്നു പോയത്, അവരെ ഞാൻ നിന്നിലേക്ക് കൊണ്ടുവരും. രാജൻ ആരാ? രാജൻ. യെസ്, പ്രാർത്ഥിച്ചോ. എൻ കൊമ്പൈ ഉയർത്തി നീരേ, ഉയർത്തി നീരേ, കൊമ്പൈ ഉയർത്തി നീരേ, എൻ തലയെ ഉയർത്തി നീരേ. വെക്കപ്പെട്ടു പോകവില്ലേ, ഒരു നാളും വെക്കപ്പെട്ടു പോകവില്ലേ. നീ എവിടെയാണോ നാണം കെട്ടത്, നീ എവിടെയാണോ തല കുനിച്ചത്, അവിടെ ദൈവം നിന്നെ ഉയർത്തും. രാജൻ വന്നിട്ടില്ല ആരാധനയ്ക്ക്. രാജന ദൈവം കൊണ്ടുവരും. രാജന ദൈവം സഭയിൽ കൊണ്ടുവരും. പിന്മാറ്റം. സുജിത്താരാ? സുജിത്ത്. ഹല്ലേലൂയ. ഓ നന്ദി തകപ്പനേ, നന്ദി യേശയ്യാ, നന്ദി തകപ്പനേ. സുജിത്ത് സഭയിൽ വന്നോണ്ടിരുന്നതാണോ? അഞ്ജനയാരാ? USA ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. യെസ്. ഓ റാഭാല ശാന്തരാധരാധര. അഞ്ജന എവിടെയാ ഇപ്പോ? ഡോക്ടറായിട്ട് പഠിക്കുന്നു. ഹല്ലേലൂയ. അവൾ നല്ല വർഷിപ്പ് ചെയ്യും കേട്ടോ. അവൾ നല്ല പാടും. അവളിലൂടെ ഒരു വലിയൊരു ദൈവപ്രവൃത്തി USA ദൈവം ചെയ്യാൻ പോകും. യെസ്. ഇപ്പോ രാജന്റെ മേലും സുജിത്തിന്റെ മേലും ഒരു ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. അവരുടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന കാർമേഘത്തെ മഴ പെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓ ജീസസ്, ദൈവ ശക്തി ഇറങ്ങട്ടെ. ആ കുടുംബത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റെ. എല്ലാവരും എഴുന്നേറ്റെ. ഹല്ലേലൂയ. ദിബിൻ ആരാ? ദിബിൻ. ദിവ്യ. ഹല്ലേലൂയ. ദിവ്യ ആരാ? ദിവ്യ മോള്. ഡിബിൻ മരുമോൻ. മെഡിസിനുമായി ബന്ധപ്പെട്ട എന്താ പരിപാടി? മോള് മെഡിസിൻ ഫാർമസി. മെഡിക്കൽ ഷോപ്പ്. ഹല്ലേലൂയ. സ്വന്തമായിട്ടാണ്?
ഇപ്പൊ ഒരു കടയിൽ നിൽക്കുന്നു. അല്ല, സ്വന്തമായിട്ട് ദൈവം കട തരുമെന്ന് എന്നോട് പറയാൻ പറയുന്നു. അമ്മ ആരുടെയും കീഴിൽ നിൽക്കാനല്ല, നിനക്ക് സ്വന്തമായിട്ട് നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചിലത് ചെയ്യാൻ പോകും. അമ്മ അമ്മ ദിബിൻ ഇറങ്ങിയ വഴിയിൽ ദൈവം ഒരു ജയം കൊടുക്കാം. അമ്മ അമ്മ അവന്റെ തോൽവി, അവൻ എവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം തോറ്റ വന്നിട്ടുള്ള മോളുടെ മേലെ വലിയ ഡെലിവറൻസ് ഇന്ന് രാത്രി. ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത്. ആരാണോ തോറ്റുപോയത് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജയത്തെ തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഫയർ. Hallelujah. Mighty name of Jesus. നിനക്ക് ഷോപ്പ് ദൈവം തരും. 2027 നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. സ്വന്തം നിന്റെ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ നടക്കും. അതിലേക്കുള്ള ഫൈനാൻഷ്യൽ ഏരിയ ദൈവം ഓപ്പൺ ചെയ്യും. ഹല്ലേലൂയ. ആ ബിസിനസ്സിനകത്ത് വലിയൊരു സക്സസ് ദൈവം തരും. പ്രാർത്ഥിക്കാം, ആരാധിക്കാം. നമ്മൾ അല്പനേരം ദൈവത്തെ ആരാധിക്കാൻ പോവാം. ടൈം ഒത്തിരി പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം വലിയൊരു പ്രവൃത്തി അയക്കാം. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ ബലഹീനതകളും മാറട്ടെ. പക്ഷേ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ നടക്കാൻ പോകും. എവിടെയാണോ നിന്നെ ഒതുക്കാൻ നോക്കിയത്, എവിടെയാണോ നിന്നെ പിന്നിൽ നിർത്തിയത്, 2026 7 മാസത്തിന് മുമ്പ് നീ എത്ര പിന്നിൽ പോയോ അത്രയും നീ ഫ്രണ്ടിൽ വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നു ഇന്ന് രാത്രി. ഭയങ്കര മോനെ റെഡി ആയിക്കോ, ഗെറ്റ് റെഡി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ശാപങ്ങളുടെ കെട്ടുകൾ ഇന്ന് രാത്രി നിന്റെ വീട് വിട്ട് മാറിപ്പോകുക. സകല ഡിപ്രഷനുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുക. മോനെ പ്രാർത്ഥിച്ചോ. നിന്നെ ദൈവം വെറുതെ വിടത്തില്ല. നിന്റെ സകല മേഖലകളിലും ബിസിനസ്സുകളിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ചില ഫാമിലിക്കകത്ത് പിശാച് കൊണ്ടിടുന്ന സകല പ്രോബ്ലങ്ങളും യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോകും. പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. നിന്റെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കാം. നിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന് ദൈവം അനുഗ്രഹിക്കാൻ പോകും. പലരും നിന്റെ കയ്യിൽ വരേണ്ട കരാറുകള്, നിന്റെ കയ്യിൽ വരേണ്ട കോൺട്രാക്ടർ വർക്കുകള് കയ്യെത്ത ദൂരത്ത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് പോലെ, റാഞ്ചൽ പക്ഷി ഇറങ്ങി റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെ നിന്നിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോയ സകലത്തെയും ഞാൻ നിന്നിലേക്ക് മടക്കി തരും. 2026 മുതൽ എഴുതിയിട്ടോ നിന്നെ ഞാനൊരു മില്യണറാക്കി മാറ്റുന്ന രീതിയിൽ വലിയ വർക്കുകൾ എഴുതിയിട്ടോ. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കണം. ഡേവിഡിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ആത്മാവ് ഈ രാത്രി പ്രവചിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കരമടിച്ച് കൈകളെ തട്ടി കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എല്ലാ കരമടിച്ചു വായികളെ തുറന്ന് ചേർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ചേർന്ന് വായികളെ തുറന്ന് കരമടിച്ച് അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. പോലെ ഇറങ്ങണമേ,
ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. ഓ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അതുകൊണ്ട് നീ പോലെ ഇറങ്ങണമേ, അതിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മപതിയായി ഒഴുകണമേ. ഒരിക്കൽ കൂടെ നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മപതിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്റെ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്റെ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകോ സകല ജഡത്തിന്മേലോ കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. ഓ അന്ത്യകാല അഭിഷേകോ സകല ജഡത്തിന്മേലോ കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറക്കണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. ഒരിക്കൽ കൂടെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകോ സകല ജഡത്തിന്റെയോ കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. അന്ത്യകാല അഭിഷേകോ സകല ജഡത്തിന്റെയോ കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.
അയ്യപ്പ